നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ടോക്സിക് ബിഹേവിയർ ഉള്ള ഒരാൾ അയാളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ബന്ധങ്ങളിലും നമുക്കറിവുള്ളതുപോലെ രണ്ട് പേരാണ് ഉള്ളത്. ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ടോക്സിസിറ്റി ഉള്ള ഒരാളും അതായത് ടോക്സിക് ബിഹേവിയർ ഉള്ള ഒരാളും അത് അനുഭവിക്കേണ്ടി വരുന്ന മറ്റൊരാളും. ടോക്സിക് ബിഹേവിയർ ഉണ്ട് എന്ന തിരിച്ചറിവ് അതുതന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒരാൾ മനസ്സിലാക്കിയാണ് ഈ റിലേഷൻഷിപ്പിൽ ടോക്സിക് ബിഹേവിയർ എൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. അത് തിരിച്ചറിയുക എന്നുള്ള സ്റ്റെപ്പിൽ അയാളുടെ ഇമ്പ്രൂവ്മെൻറ്റ് തുടങ്ങുകയാണ്. സ്വയാവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, അതാണ് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറയാൻ പറ്റുന്നത്. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക, ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുക. ഞാനിങ്ങനെ ആയിരുന്നില്ല, എൻ്റെ രീതികളും ഇങ്ങനെ ആയിരുന്നില്ല, എന്നെ ഇങ്ങനെ ആക്കിയത് നിങ്ങളാണ്. ഇത് നമ്മളുടെ ബിഹേവിയറിൻ്റെ ഉത്തരവാദിത്വം മറ്റൊരാളിൽ ചാർത്തുന്നതിന് തുല്യമാണ്. നമ്മളുടെ ബിഹേവിയറിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു പേരാണോ, അതോ സ്ഥലമാണോ, അനുഭവമാണോ, വ്യക്തിയാണോ? അത് തിരിച്ചറിയുക, അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ്, കാര്യങ്ങൾ പാർട്ട്ണറോട് തുറന്നു പറയുക, വ്യക്തമായി പറയുക, ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. സ്റ്റെപ്പ് നമ്പർ 6, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 7, കൺട്രോളിംഗ് ബിഹേവിയർ, ഓവർലി ഡിപ്പെൻഡൻറ്റ് ബിഹേവിയർ, ഇവ പരമാവധി കുറയ്ക്കുക. പേഴ്സണൽ സ്പേസും വ്യക്തി സ്വാതന്ത്ര്യവും അംഗീകരിച്ചു കൊടുക്കുക. ഒരു ജനാധിപത്യ രീതി നമ്മൾ അനുവർത്തിക്കുക. സ്റ്റെപ്പ് നമ്പർ 8, സെൽഫ് കെയർ ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. ചിലർക്ക് പാട്ട് കേൾക്കാനാണ് ഇഷ്ടം, മറ്റുള്ളവർക്ക് ഫുട്ബോൾ കളിക്കുന്നതോ ബാസ്ക്കറ്റ്ബോൾ കളിക്കുന്നതോ ബാഡ്മിൻ്റൺ കളിക്കുന്നതോ ഒക്കെ ആവാം ഇഷ്ടം. യാത്രകൾ ചെയ്യാനാണ് മറ്റുള്ളവർക്ക് ഇഷ്ടം. എന്താണോ നമ്മളുടെ ഹോബി അത് പിന്തുടരുക. സ്റ്റെപ്പ് നമ്പർ 9, എല്ലാ ടോക്സിക് ബിഹേവിയറിൻ്റെയും പിന്നിൽ ഒരു ടോക്സിക് ബിഹേവിയർ പാറ്റേൺ ഉണ്ടാവും. അത് മാറ്റിയെടുക്കണമെങ്കിൽ ക്ഷമയും സമയവും ആവശ്യമാണ്. എത്രമേൽ പഴക്കമുള്ളതാണോ നമ്മുടെ ടോക്സിക് ബിഹേവിയർ അത്രമേൽ സമയമെടുക്കും അത് മാറാൻ. ഈ പറഞ്ഞ 9 കാര്യങ്ങൾ നമ്മുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്.